ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ, അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക, അത് നിങ്ങളെ സംരക്ഷിക്കും. ഒന്ന് പറഞ്ഞാൽ തീരാവുന്ന സങ്കടങ്ങളേ ഉള്ളൂ പലർക്കും. പക്ഷേ അതൊന്നും കേൾക്കാൻ ഒരാൾ ഇല്ലാത്തതാണ് അതിലും വലിയ സങ്കടം. എനിക്കൊരു കഴിവുമില്ല, ഞാൻ നിസ്സാരനാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. യഥാർത്ഥ സന്തോഷം എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നിങ്ങൾക്കുള്ളതെല്ലാം ആസ്വദിക്കുന്നതിലാണ്. ചെളിവെള്ളത്തിലാണ് താമര വിരിയുന്നത്. എത്ര മോശമായ സാഹചര്യത്തിലും ആത്മബന്ധം കൈവിടാത്തവർക്ക് വിജയം സുനിശ്ചിതം. നിങ്ങൾ ഒരിക്കലും പണത്തിനായി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളിലും മൂല്യങ്ങളിലും ശ്രദ്ധ നൽകുക. ആളുകൾ പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാവും. മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വരുന്നവരെയല്ല, മറിച്ച് മിണ്ടാൻ ഒരുപാട് പേർ ഉള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താലും, നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറയാനുണ്ടാകും. അതാണ് ജീവിതം. ഒരു തവണ വിജയിച്ചവരെക്കാൾ അറിവും അനുഭവവും പലതവണ തോറ്റവർക്കായിരിക്കും. നമ്മളെ ആരെങ്കിലും ഒഴിവാക്കിയെന്ന് തോന്നിയാൽ മനസ്സിലാക്കുക, നമ്മളെക്കൊണ്ടുള്ള ആവശ്യം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവർക്ക് ഒരു അനാവശ്യമാണ്. ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങളുണ്ടായാലും മാർഗം തെളിയും. മുന്നോട്ടു പോകാനുള്ള ധൈര്യം മാത്രം ഉണ്ടായാൽ മതി. 1000 ആൾക്കാർ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സുണ്ടെങ്കിൽ എന്നും വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ആവശ്യങ്ങൾക്കായി മാത്രം അടുപ്പവും സ്നേഹവും കാണിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് ആദ്യത്തെ തെറ്റ്. ആളും തരവും നോക്കാതെ എല്ലാവരോടും സത്യസന്ധമായി മനസ്സ് തുറക്കുന്നത് രണ്ടാമത്തെ തെറ്റ്. നിങ്ങൾ വേദനിക്കുമ്പോൾ സന്തോഷവാൻ ആണെന്ന് നടിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ എത്ര ശക്തനാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. എല്ലാവരും ഒരുപോലെ കഴിവുള്ളവർ ആകണമെന്നില്ല. എന്നാൽ സ്വന്തം കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ലോകം നിങ്ങളോട് ചോദിക്കില്ല. നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നത് പ്രധാനമാണ്. ഒന്നുകിൽ ആൾക്കൂട്ടവുമായി കലരുക, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുക.